പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ദൈവമായ കർത്താവ് വളരെ കരുണയോടെ അവിടുത്തെ പ്രിയപ്പെട്ട അനേക പതിനായിരങ്ങളുടെ ജീവിതങ്ങളിൽ കൃപയും അനുഗ്രഹവും വർഷിക്കുന്ന സമയമാണ്. രോഗികളെ സൗഖ്യങ്ങൾ കൊണ്ട് അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധിയുള്ള ആത്മാക്കളെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ പ്രകടമായ അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, മുമ്പ് അഭിഷേകാഗ്നി നടന്നുകൊണ്ടിരുന്നപ്പോൾ വീടുകളിൽ കുടുംബങ്ങൾ രോഗാവസ്ഥയിലേക്ക് ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വിളിച്ചപേക്ഷിച്ചു. കാലിലൊക്കെ ഒരുപാട് അരിമ്പാറയിടാർന്ന ഒരു വ്യക്തിയുടെ അനുഭവം അട്ടപ്പാടി സിഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച വന്ന് സാക്ഷ്യപ്പെടുത്തിയത് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ്. എൻ്റെ പേര് ഷിബിൻ രാജു. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിൽ നിന്ന് വരുന്നു. 2016 മുതൽ ഞാൻ അനുഭവിച്ച ഒരു രോഗപീഠ, എൻ്റെ 2 കാലിൻ്റെ ഉള്ളംകാലിലും അരിമ്പാറകൾ വന്ന് നിറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. 2 കാലുകളിൽ അരിമ്പാറ വന്ന് പാൽപാദം മുഴുവൻ, പാദത്തിൻ്റെ ഉള്ളിൽ. ചെറുതൊന്നുമല്ല ദൈവമേ. 2 കാലുകളിലും കൂടെ ആയി ഏതാണ്ട് 50-ന് മുകളിൽ അരിമ്പാറകൾ വന്ന് നിറയുന്ന അവസ്ഥയായിരുന്നു. വലിയ വലിയ അരിമ്പാറകൾ കാലിൻ്റെ ഉള്ളിൽ വന്ന് നിറയുക. അത് ചിലപ്പോൾ പൊട്ടി ചോര വരും. എനിക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ടോ പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടാണ്. മറ്റുള്ളവരും ഇത് കണ്ടിട്ട് മാറ്റി നിർത്തുമോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ ഞാനത് കാലിൽ എപ്പോഴും സോക്സും ഷൂ ഇട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 10 വർഷത്തോളമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം ഇതായിരുന്നു ഈ ദാസൻ്റെ സ്ഥിതി. 10 വർഷം. 1ാം ക്ലാസ് തുടങ്ങിയാൽ 10ാം ക്ലാസ് എത്തുന്നവരായിരുന്നു. 10 വർഷം സഹിച്ചിട്ടുണ്ട്. അങ്ങനെ സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ നടത്തി, 2 പ്രാവശ്യം നടത്തി. ഹോമിയോ മരുന്ന് നോക്കി, ലിക്വിഡ് നൈട്രജൻ ട്രീറ്റ്മെൻറ്റ് നടത്തി. പക്ഷേ ഇതെല്ലാം നടത്തുമ്പോഴും അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴത്തേനും ഇരട്ടി ശക്തിയിലാണ് ഇത് തിരിച്ചു വരുന്നത്, മാറുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് കയ്യിലോട്ടും കൂടി പടരാൻ തുടങ്ങി. ഉള്ളം കൈയിലോട്ടും കൂടെ വന്നപ്പോൾ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് പോലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഈ അഭിഷേകാഗ്നിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു തോന്നൽ വന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മയും എൻ്റെ മോളും ആത്മാർത്ഥമായിട്ട് എൻ്റെ മോള് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിലും അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ജൂലൈ മാസം 2ാമത്തെ ആഴ്ച അഭിഷേകാഗ്നിയിൽ തിരുവോസ്തിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും പിറ്റേ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് അടർന്നു വീഴുകയും ചെയ്തു. അടർന്ന് താഴ്ത്തിക്കാണ് പോയി. ഒരാഴ്ച കൊണ്ട് എൻ്റെ കാലിലെ എല്ലാ അരിമ്പാറകളും പൊളിഞ്ഞുപോയി. ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ കാലിലുണ്ടായിരുന്ന മുഴുവൻ അരിമ്പാറകളും അപ്രത്യക്ഷമായി. നോക്കിയേ, കാല് ക്ലിയറായി.
ഫയർ. ഇത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അനേക വിധത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ കൈപിടിച്ച് അവരുടെ ആ ഒരു കണ്ണുനീരിൽ കുതിർന്ന അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബാലിക ബാലന്മാർ കുട്ടികളെല്ലാവരും വേഗം വരിക, എല്ലാ ഭാഗത്തുള്ള കുട്ടികൾ വേഗം വരിക. മുതിർന്നവർ, ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ എല്ലാം വിശ്വാസത്തോടെ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കണം. അനേകം ആളുകൾ, ഞാൻ ഓർക്കുന്നുണ്ട്, അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് അനേക വർഷങ്ങൾക്ക് മുമ്പ് അഭിഷേകാഗ്നി ഈ വചന ശുശ്രൂഷയ്ക്ക് അനുവാദം തന്നപ്പോൾ അന്ന് പിതാവ് പ്രാർത്ഥിച്ചു. പിതാവ് പറഞ്ഞു, അച്ഛൻ ചെയ്തോ, ഇത് ദൈവം അനേകർക്ക് ആശ്വാസവും സൗഖ്യമാക്കി മാറ്റും. അന്ന് തൊട്ട് ഈ അഭിഷേകാഗ്നിയിലൂടെ അനേക 10,000-ങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ ഒരു കൂട്ടായ്മയുള്ള ശുശ്രൂഷയാണ്. മനത്തോടത്തെ പിതാവും അതുപോലെ പാലക്കാട് രൂപത അധ്യക്ഷൻ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവും സഖ്യവും ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാരും എല്ലാ ബിജിനോയച്ചനും മറ്റെല്ലാ സാംസൺ അച്ഛനും സോജി അച്ഛനും എല്ലാ അച്ഛന്മാരുടെ കൂട്ടായ്മയുള്ള വലിയൊരു അനോയിൻറ്റിങ് ശുശ്രൂഷയാണിത്. അവരെല്ലാ ആശീർവാദങ്ങൾ നിങ്ങൾക്കുണ്ട്, പ്രാർത്ഥനകളുണ്ട്. കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഈ സമയം സഭയുടെ പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ നടക്കട്ടെ. കടബാധിതയുള്ളവരുടെ കടബാധകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. കല്ലറ പിളർക്കുന്ന ശക്തി, ഭൂതങ്ങളെ ഓടിക്കുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി ഇന്ന് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവമേ, അനേക പതിറ്റാണ്ടുകളായി രോഗികളായിരിക്കുന്നവർ ഈ പ്രാർത്ഥനയുടെ സമയത്ത് രോഗക്കടക്ക് വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ. അനേക തരത്തിലുള്ള നിരാശകളിലും വലിയ പാപബന്ധനങ്ങളിലും കണ്ണുനീർ താഴ്വരയിലിരിക്കുന്ന കുടുംബങ്ങൾ കണ്ണുനീര് താഴ്വര വിട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ. കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, തകർച്ചയിൽ നിന്ന് ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലറ പിളർന്ന ശക്തി, ജയിലറ ഭേദിച്ച ശക്തി, മരണത്തെ ജയിച്ചൊരു ശക്തി, പരിശുദ്ധാത്മാവേ. ഉദ്ധിതനായവ ശക്തി, മരണത്തെ ജയിച്ചൊരു ശക്തി, ഉദ്ധിതനായവ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, തളർന്നവരിലേക്ക് കൃപകൾ വർഷിക്കണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ഗ്രഹിക്കാൻ പറ്റാത്തവര്, കർത്താവേ, വിശ്വസിക്കാൻ പറ്റാത്തവര്, ദൈവത്തെ നഷ്ടപ്പെട്ടവര്, പ്രാർത്ഥന നഷ്ടപ്പെട്ടവര് വീണ്ടും ശക്തി പ്രാപിക്കട്ടെ, വീണ്ടും ശക്തി പ്രാപിക്കട്ടെ, വീണ്ടും അഭിഷേകം പ്രാപിക്കട്ടെ, വീണ്ടും കൃപ പ്രാപിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, അത്ഭുത ശക്തി, നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. കൈകൾ ഉയർത്തി കൈയടിച്ച്. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. എന്തൊരു ശക്തി, വലിയ സ്നേഹത്തെ വീണ്ടും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഇടപെടണമേ. എല്ലാ യുവതി യുവാക്കന്മാരുടെ മേലും ബാലികാ ബാലന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും സമൂഹങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കണമേ. ഇപ്പോൾ വ്യാപരിക്കുന്ന അസ്ഥികളുടെ താഴ്വര പോലെ നിർജീവമായ അവസ്ഥകളിൽ പുതുജീവൻ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും അവരവരെ സീറ്റുകളിലേക്ക് ശാന്തമായി ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ തിരുലിഖിതമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുക്കുന്നത്. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത്? ലോകത്തിൻ്റെ സന്തോഷം നിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി വിശന്ന് കരയുമോ? ലോകം ഒരുപാട് സ്വർഗീയമായ അല്ലെങ്കിൽ ഒരുപാട് ഉയർച്ചയും സന്തോഷവും നിനക്ക് ഓഫർ ചെയ്ത് നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ അത് വേണ്ട എന്ന് വെച്ച് ദൈവത്തിന് വേണ്ടി നീ കരയുമോ? ദൈവത്തിന് വേണ്ടി നീ നിലവിളിക്കുമോ? ദൈവത്തിന് വേണ്ടി നീ വിശക്കുന്നോ? ദൈവത്തിന് വേണ്ടി നീ ദാഹിച്ച് നീ അത് ലോകത്തെ ത്യജിച്ച് ലോകത്തെ വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? ഒരുപാട് പേര് പറയണത് മുക്കറയിടില്ല എന്നാണ്. പുല്ല് തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? ഒരുപാട് പേര് പറയണത് അങ്ങനെ കരയില്ല, അത് തിന്നോളെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയും, തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടും, ദൈവത്തിന് വേണ്ടി നിലവിളിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാട്ടുകഴുതയെപ്പോലെ ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിൻ്റെ കഠിനമായ പീഡകൾ ഇരിക്കുമ്പോഴും നമുക്ക് ലോകത്തിൻ്റെ സന്തോഷവും പാപസന്തോഷങ്ങളൊക്കെ മുമ്പ് ഇരിക്കുമ്പോഴും ആ പാപം വേണ്ട എന്ന് വെച്ച് ഈ കാട്ടുകഴുതയാകുന്ന ഈ ജഡത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു കഠിനമായ തരത്തിലുള്ള ഈ മൂലപാപങ്ങളിലുള്ള കഠിന പീഡകൾ ഇരിക്കുമ്പോൾ അതിൻ്റെ നടുവിലിരുന്ന് ഈ ലോകത്തിൻ്റെ സന്തോഷം വേണ്ട, പാപത്തിൻ്റെ സന്തോഷം വേണ്ട, ലോകത്തിൻ്റെ നേട്ടം വേണ്ട, പാപകരമായ ഉയർച്ച വേണ്ട, എനിക്ക് ദൈവത്തെ മതി എന്ന് പറഞ്ഞ് കരയാൻ എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഈ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഈ കാട്ടുകഴുത ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന വിധം ലയിച്ചു ചേർന്നിരിക്കുന്ന ട്യൂണ്ടായ ഈ കാട്ടുകഴുത ഇതിൻ്റെ നടുവിലിരുന്ന്, ലോകത്തിൻ്റെ നടുവിലിരുന്ന് ദൈവത്തിന് വേണ്ടി കരയും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം ആത്മാക്കളെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുകയാണ്. അനേകം ആത്മാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു വേദന എങ്ങനെയാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഈ ലോകത്തിൻ്റെ പാപങ്ങളും ഈ ലോകത്തിൻ്റെ ഓഫറുകളും സന്തോഷങ്ങളും വരുമ്പോൾ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താണ് അതിൻ്റെ കാരണം? സുഭാഷിതം 30-ാം അധ്യായം 20-ാം തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കാട്ടുകഴുതയുടെ സ്വഭാവമാണത്. സുഭാഷിതം 30:20. വ്യഭിചാരിണി ഈ രീതിയിൽ ജീവിക്കുന്നു, അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എനിക്കെന്താ കുഴപ്പം? ഞാൻ നോർമലാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. വ്യഭിചാരിണിയുടെ രീതി ഇതാണ് എന്ന് പറഞ്ഞാൽ കാട്ടുകഴുത ഈ ലോകത്തിൻ്റെ കഠിന ബന്ധനത, ഈ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏത് തരത്തിലുള്ള കൊടിയ പാപകൃത്യങ്ങളിലാണെങ്കിലും ആ വ്യക്തിക്ക് അനുതാപത്തിൻ്റെ കൃപ ലഭിക്കുകയില്ല. ആ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി വിശപ്പില്ല, ആ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ദാഹമില്ല. ഇത് ഒരുപാട് പേരുടെ രീതിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയ കാട്ടുകഴുത പാപത്തെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഈ ജഡത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിലോ, ഈ ജഡത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ഈ ജഡം ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലല്ല
മറിച്ച് ദൈവത്തെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴും ഈ ലോകത്തിൽ അത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും, ഈ ലോകത്തിൽ അത് ദൈവത്തിന് വേണ്ടി വിശക്കും, ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി നിലവിളിക്കും, ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 7 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 7 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. ജോസഫ്, പൂർവ്വപിതാവായ ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി, എൻ്റെ കൂടെ ശയിക്കുക. അവൾ അവനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാനുള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല, എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം 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 അവൾ പറഞ്ഞിട്ടും പ്രലോഭിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടും അവളോട് കൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഇരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാട്ടുകഴുത തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത അതിനും ഉപരിയായ ദൈവത്തെ നോക്കി വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. പുല്ലിലല്ല കാട്ടുകഴുതയുടെ സന്തോഷം. ഇവിടെ ഈ ജഡം, എനിക്കും നിനക്കുള്ളതുപോലുള്ളൊരു ജഡത്തിലിരുന്ന ആ ഒരു വ്യക്തിയാണ് പൂർവ്വപിതാവായ ജോസഫ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ചുറ്റുവട്ടത്ത് എത്രമാത്രം സാഹചര്യങ്ങൾ അനുദിനം സാഹചര്യങ്ങൾ ഒരുക്കി, നിർബന്ധിച്ചു, സ്നേഹിച്ചു, അനുനയിപ്പിച്ചു നോക്കി, പല വിധത്തിലും നോക്കി, അനുദിനം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് ജോസഫിനെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ജോസഫിനോട് ചോദിക്കാം, ജോസഫേ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ നീ ആ സന്തോഷം വേണ്ടാന്ന് വെച്ചത്? എല്ലാ അനുകൂല സാഹചര്യമായിരുന്നല്ലോ. മാത്രമല്ല, ഒരു പക്ഷേ വീണ്ടും നിനക്ക് ഉയർച്ചയും പ്രൊമോഷനും അവിടെ വലിയ തരത്തിലുള്ള ലോക നേട്ടങ്ങളും ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ജോസഫ് നീ അതെല്ലാം വേണ്ടാന്ന് വെച്ചത്? ജോസഫിന് പറയാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെ ദൈവത്തിനെതിരെ പാപം ചെയ്യും? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് പറയുകയാണ്, എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് ചുറ്റും തിന്നാൻ പുല്ലുള്ളപ്പോൾ അത് തിന്നാതെ ഞാൻ ദൈവത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ, എൻ്റെ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. എൻ്റെ ദൈവത്തെ മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവത്തെ എനിക്ക് ചുറ്റും പുല്ലുള്ളപ്പോഴും എനിക്ക് ചുറ്റും തീറ്റയുള്ളപ്പോഴും ഞാൻ ആ തീറ്റ എടുക്കാതെ, ഞാൻ ആ പുല്ല് കഴിക്കാതെ, ഞാൻ ഇങ്ങനെ വേർപാടാചരിച്ച് ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. തോബീത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10, 11, 12 തിരുലിഖിതങ്ങൾ. തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു. അത് എന്തായാലും കുഴപ്പമില്ല, ഹലാലാണെങ്കിൽ ഹലാല്. നമുക്ക് എന്താ പറയണത്, നമ്മുടെ വായിക്ക് രുചിയുള്ളത് കിട്ടിയാൽ വാങ്ങി കഴിക്കുക. തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിന്നാൻ പുല്ലുള്ളപ്പോഴും കാട്ടുകഴുത തിന്നാതെ നിൽക്കും. തീറ്റി മുന്നിലുള്ളപ്പോഴും കാള അത് തിന്നാതെ, കാള ദൈവം അതിനേക്കാൾ ഉന്നതമായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളും.
ഈ പച്ചയായ ജഡത്തിലിരിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെക്കാൾ മറ്റൊരു സന്തോഷത്തിന് വേണ്ടി അതിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിവ് തരും. എനിക്ക് നിങ്ങൾക്ക് കഴിവുണ്ട്, എന്നെ നിങ്ങൾ ശക്തിപ്പെടുത്തും. ആ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട സഹോദരൻ, അതിനുവേണ്ടി ഇനി വേദന സഹിക്കേണ്ടി വന്നാൽ, അതിനുവേണ്ടി പീഡനം സഹിക്കേണ്ടി വന്നാൽ സഹിക്കും. എന്നാൽ മറ്റുള്ളവരെ സ്ഥിതി എന്താണ്? ചുറ്റുവട്ടത്തും ആരും കാണാനില്ലെങ്കിൽ, സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ കാട്ടുകഴുത പുല്ല് കമ്മി തിന്നുന്നു. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 18-19 തിരുലിഖിതങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുന്നത്? ഇത് നല്ല സുഖമായ നല്ല കുശാലുള്ള ഏർപ്പാടാണല്ലോ. ഇരുട്ട് എനിക്ക് മറ, ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. അവൻ്റെ വിചാരം എന്താണ്? ഇതൊന്നും സാരമില്ല, ഇതൊന്നും ദൈവം കാര്യമായി കണക്കാക്കുകയില്ല. അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവനോ ഒട്ടും അറിയുന്നുമില്ലല്ലോ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ്റെ ഹൃദയം അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് 24 hours ഞാനും നിങ്ങളും എൻ്റെ സർവ്വ നിഗൂഢ സ്ഥലങ്ങളും സകല നിഗൂഢ പ്രവൃത്തികളും സകല രഹസ്യപാപങ്ങളും എൻ്റെ ദൈവത്തിന് കൺമുമ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഇതാണ് മനുഷ്യൻ്റെ ദുർഭഗമായ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരൻ, 90-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. ദൈവമേ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ ഇതാ അങ്ങയുടെ കൺമുമ്പിൽ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലാണല്ലോ ഇരിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ കൺമുമ്പിൽ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ള അങ്ങയുടെ മുഖപ്രകാശത്തിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണല്ലോ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൽ 13-ാമത്തെ തിരുലിഖിതം. പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, ഞാനും നിങ്ങളും ജീവിത ദൈവത്തെക്കുറിച്ച് ഓർമ്മയുള്ളവനാകണം. അവൻ്റെ 10,000 സൂര്യനേക്കാൾ പ്രഭയുള്ള കൺമുമ്പിൽ അവൻ്റെ മുഖപ്രകാശത്തിൽ ഒന്നും മറഞ്ഞിരിക്കില്ലെന്ന് ഞാൻ നിങ്ങൾ അറിയണം. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, ഒരു രഹസ്യഭാവവും മറഞ്ഞിരിക്കുന്നില്ല, ഒരു നിഗൂഢ സ്ഥലവും അവന് അജ്ഞാതമല്ല. അവിടത്തേക്കെല്ലാം അനാവൃതവും വ്യക്തവും തന്നെ. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും എന്ന് പറഞ്ഞാൽ കർട്ടൻ മാറ്റിയ മാതിരി എല്ലാം വെളിപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൺമുമ്പിൽ സകലതും കർട്ടൻ മാറ്റിയതുപോലെയാണ്, വ്യക്തമാണ്. അവിടുത്തെ മുമ്പിലേക്കാണ് ഞാനും നിങ്ങളും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങളും അറിയണം. കർത്താവ് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൂർവ്വപിതാവായ ജോസഫിൻ്റെ മനസ്സിൽ ഈ ഒരു ഓർമ്മയുണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിലാണ്. എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിൽ ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെ എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കും? ഇതായിരുന്നു പൂർവ്വപിതാവായ ജോസഫിൻ്റെ വലിയ തരത്തിലുള്ള മനസ്സിൻ്റെ വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൽ പറയുകയാണ്, അവൾ അനുദിനം നിർബന്ധിച്ചിട്ടും ജോസഫ് കൂട്ടാക്കിയില്ല. തുടർന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇവള് കടന്നു പിടിച്ചു ഒരു ദിവസം. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ജോസഫ് ആ മേലങ്കി ഉപേക്ഷിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ യജമാനൻ്റെ ഭാര്യ വളരെ വലിയ ഒച്ചയുണ്ടാക്കി പറഞ്ഞു, ഇതാ എൻ്റെ യജമാനൻ ഒരു ഹെബ്രായൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഹെബ്രായൻ എന്നെ നശിപ്പിക്കാൻ വന്നു. ഞാൻ ഒച്ച വെച്ചപ്പോൾ അവൻ ഓടിപ്പോയി. അവൻ വളരെ വലിയ ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് ഈ ജോസഫിനെ കുറിച്ച് പറയാവുന്ന പ്രതികാരത്തിൻ്റെ മാക്സിമം പ്രതികാരാഗ്നി വർഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് യജമാനൻ വരുന്നത് വരെ ഈ മേലങ്കിയും പിടിച്ച് അവൾ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ ജോസഫിൻ്റെ മാനസികം എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും യജമാനൻ വന്നതെന്ന് ആർക്കറിയാം? ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഓരോ ദൗത്യത്തിന് വേണ്ടി പോയിരിക്കുകയല്ലേ. ആ ദൗത്യം കഴിഞ്ഞ് യജമാനൻ തിരിച്ചു വരുന്ന അത്രയും ദിവസം ഇവളെ ഈ മേലങ്കി പിടിച്ച് പ്രതികാരത്തോടെ നിൽക്കുകയാണ്.
ജോസഫ് എന്തെല്ലാം വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും അറിഞ്ഞു, അവരുടെ ആ ബംഗ്ലാവിലുള്ള എല്ലാവരും അറിഞ്ഞു, ജോലിക്കാരെല്ലാം അറിഞ്ഞു, ജോസഫിൻ്റെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾ പറഞ്ഞു, ആ പരിസരത്തെ മറ്റ് ജാതികളും അറിഞ്ഞു. വലിയ തരത്തിൽ ജോസഫ് അപമാനിതനായി, നിന്ദിതനായി. യജമാനൻ വന്നു. 39-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം 39-18 യജമാനൻ വന്നു, ഇവളത് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരി, യജമാനൻ ജോസഫിൻ്റെ ഭാഗം കേൾക്കാൻ നിന്നില്ല. യജമാനൻ വളരെ വലിയ ക്രുദ്ധനായി. അദ്ദേഹത്തെ രാജാവിൻ്റെ തടവുകാരെ പാർപ്പിക്കുന്ന കാരാഗൃഹത്തിൽ കൊണ്ടുപോയി തടവിലിട്ടു. ജോസഫ് ആ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ഏത് കാലത്ത് രക്ഷപ്പെടും? ഒരാൾ ജാമ്യം എടുക്കാനില്ല. സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമില്ലാത്ത മേഖല. ഒരൊറ്റയാൾ ജോസഫിന് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കാനില്ലെങ്കിലും ജോസഫിന് ഭയമില്ല, ജോസഫിന് പ്രതികാരമില്ല, ജോസഫിന് സങ്കടമില്ല, ജോസഫിന് പരിഭവമില്ല. നമുക്ക് പരിഭവമുണ്ട്, നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് വേദനയുണ്ട്. കാരണം നമ്മൾ രഹസ്യത്തിൽ കുറച്ചൊക്കെ കഴിച്ചിട്ട് തൊണ്ടും പിടിക്ക് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വേദന, അതുകൊണ്ട് നമുക്ക് ഈ മുറിവ്, അതുകൊണ്ട് നമുക്ക് ഈ പരിഭവം, അതുകൊണ്ട് നമുക്ക് ഈ സങ്കടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ജോസഫ് ദൈവത്തെ മാത്രം ഓർത്ത് ജീവിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഓർമ്മയോടെ ജീവിച്ച ജോസഫിന് ആരോടും പ്രതികാരമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും സങ്കടമില്ല. ജോസഫ് അങ്ങനെ കഴിയുകയാണ്. 105-ാം സങ്കീർത്തനത്തിലെ 18-ാമത്തെ തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. ഒരു കാലത്തും ഒരാളും പുറത്തേക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത വിധം പാതാളക്കിണർ പോലെയുള്ള കൂരാക്കൂരിരുട്ട് നിറഞ്ഞ ആ തടവറയിൽ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികളെ കൊണ്ട് താമസിപ്പിക്കുന്ന കഠിനമായ പീഡനങ്ങൾ കിട്ടുന്ന ആ തടവറയിൽ ജോസഫ് കിടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ അവിടെ കിടന്ന വർഷങ്ങളൊക്കെയും അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകിക്കൊണ്ടേയിരുന്നിരുന്നു. പക്ഷേ ജോസഫിന് പരിഭവമില്ല, ജോസഫിന് വെറുപ്പില്ല. ജോസഫ് പറഞ്ഞിങ്ങനെയാണ്: ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, ദൈവം നല്ലത് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ കൂടുതൽ നന്മ ഇപ്പോൾ ഈ സമയത്ത് ഈ ദിവസത്തെ ഈ മണിക്കൂർ എനിക്ക് ദൈവത്തിന് തരാനില്ല. എൻ്റെ ദൈവം എനിക്ക് നന്മയായില്ല ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഓർമ്മ മാത്രമേ ജോസഫിൻ്റെ മനസ്സിലുള്ളൂ. നമുക്കെന്തുകൊണ്ടാണ് ദൈവം തരുന്ന കാര്യങ്ങളിൽ വിഷമം? നമുക്കെന്തുകൊണ്ടാണ് ഇത് കണ്ണുനീരാണല്ലോ, ഇത് സങ്കടമാണല്ലോ, കണ്ണുനീർ ഒഴിഞ്ഞിട്ട് നേരെയില്ലല്ലോ, ദൈവം എന്നെ കാണുന്നില്ലേ? ഇതുപോലുള്ള അസ്വസ്ഥതകൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ മറന്ന് ഇടയ്ക്ക് പോയി അപ്പുറത്ത് ഇപ്പുറത്ത് മാറി തിന്ന് മുഖവും എനിക്ക് നടക്കുന്നത് കൊണ്ടാണ്. നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദൈവത്തെ ഓർത്ത് ജീവിക്കുന്ന ജോസഫ് പറയുകയാണ്, ജോസഫിന് ആരോടും വെറുപ്പില്ല, ആരോടും സങ്കടമില്ല. അവൻ ആ തടവറയിൽ ദൈവം വരുന്നത് വരെ, ദൈവം വരാൻ വേണ്ടി ദൈവം മാത്രം എന്ന് വിചാരിച്ച് അവൻ തടവറയിരുന്നു. ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവം അവനെ തടവറന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ദൈവം അവനെ ജോസഫിൻ്റെ ഫറവോയുടെ 2ാം ഭരണാധികാരിയായി. അവൻ്റെ മുമ്പിൽ ആളുകൾ ഓടി മുന്നേ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, മുട്ടുമടക്കുവിൻ എന്ന് പറഞ്ഞ് ഈജിപ്തിലെ 2ാം ഭരണാധികാരിയായി രഥത്തിൽ ഫറവോയുടെ രാജ്യത്ത് ജോസഫ് നീങ്ങുമ്പോൾ ദൈവം അവനെ മനോഹരമായി നയിക്കുന്ന അനുഭവത്തിൽ അപ്പോഴും ജോസഫിന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ബഹുമാനമോ രാജ്യത്തിൻ്റെ പ്രൗഢിയോ അല്ല അപ്പോഴും ജോസഫിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തെ മറന്ന് നടന്ന കഴിഞ്ഞ കാലങ്ങൾ കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കാം. ഈ സമയം ഒരു അനുഗ്രഹം ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ദൈവത്തെക്കുറിച്ച് ഓർമ്മ നിർത്തി തിന്നാൻ പുല്ലുള്ളപ്പോഴും ദൈവത്തിന് വേണ്ടി കരയുന്ന, തീറ്റ മുമ്പിലുള്ളപ്പോഴും ദൈവത്തിന് വേണ്ടി വിശക്കുന്ന, ഒരു വലിയ ലോകത്തിൽ വേർപാടാചരിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം പരിശുദ്ധാത്മാവേ എനിക്ക് വേണം, ആഗ്രഹിക്കണം. ഇപ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവം അത് തരും. നമുക്ക് പരിശുദ്ധ കുർബാന ആരാധനയിൽ പ്രാർത്ഥിക്കാം. തൻ്റെ പക്കലേക്ക് തിരിയുന്നവരോട് നമ്മുടെ കർത്താവ് കാണിക്കുന്ന കാരുണ്യം എത്ര വലുതാണ്. ഈ സമയം ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വീണ്ടും വിചാരം നൽകണമേ,
എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ രക്ഷകനായ യേശുവേ, നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യ സ്മരണം, നഷ്ടപ്പെട്ടു പോയ ദൈവ വിചാരം, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നിൽ വീണ്ടും നിക്ഷേപിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ കനത്ത നഷ്ടമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാത്ത ജീവിതത്തിന് ഉടമയായി തീരുക എന്നുള്ളത്. ജ്ഞാനം 15:2 അവിടുന്ന് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എൻ്റെ ദൈവം എന്നെ അവിടുത്തെ സ്വന്തമായി എടുത്തിരിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റെ സ്വന്തം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, എൻ്റെ രക്ഷക, ഇന്ന് ഈ സമയം ക്രൂശിതനായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. രോഗികളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കുട്ടികൾ ഉച്ചത്തിൽ യേശുവിനെ വിളിക്കണം. യുവതിവാക്കന്മാർ ലജ്ജ കൂടാതെ യേശുവിൻ്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക. കൈകൾ ഉയർത്തി പിടിക്കുക. യേശുവിലേക്ക് നോക്കുക. ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു. യേശുവേ, 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 ഞങ്ങളങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, യേശുവേ, രക്ഷിതാവേ, യേശുവേ, യേശുവേ, സകലത്തിന്റെ മേലും അധികാരമുള്ള യേശുവേ, 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 Creep.